എപ്പോൾ എത്തിയായിരുന്നു? ഇപ്പോൾ അതേ ഉള്ളൂ. നിന്റെ ഫയൽ സർട്ടിഫിക്കറ്റിലൊക്കെ വീട്ടിലേൽപ്പിച്ചിട്ടുണ്ട്. പോവാണോ? ചിജുമോളെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. വലിയ വലിയ കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഇപ്പം എന്നാ കാര്യം? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടി. എന്തായാലും നമ്മൾ ജീവിതത്തെ പറ്റി പലതും ആലോചിച്ചിട്ടുണ്ട്. നീ ഇസ്രായേലിൽ പോകുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നു, ടൗണിൻ്റെ അടുത്തൊരു വീട് വാങ്ങിക്കുന്നു. ഇതിനൊക്കെയുള്ള വഴി പറഞ്ഞാൽ എനിക്കറിയാം, പക്ഷെ ഒരു കൊലയാളെ രക്ഷിക്കാൻ എനിക്കറിയില്ല. നീയും അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത്? പ്ലീസ് ബെല്ലേ, എന്നെ പാട്ടിന് വിട്ടാരെ. ജിജുമോളെ എടി, CAയോ? അവര് പേപ്പേഴ്സ് എല്ലാം കൊണ്ടുപോയിക്കോട്ടെ, അതിന് നമുക്കെന്താ പ്രശ്നം? പ്രശ്നമാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സെലേനയ്ക്ക് എന്നെ പണിയാവുന്ന 1-2 ക്ലോസുകൾ അതിൻ്റെ അകത്തുണ്ട്. ആ CA അതെടുത്ത് വെച്ച് കേസ് ഒന്ന് സ്ട്രോങ് ആക്കിയാൽ സ്വത്തുക്കളുടെ കൈമാറ്റം ഫ്രീസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അത് പൊളിക്കാൻ വലിയ പാടാണ്. അതെയോ? അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ വെക്കില്ലേ? നാളെ CAയുടെ ഓഫീസിലെത്തിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അത് പ്രശ്നമാവില്ലേ? ആരുമില്ല. നീ സെലേന ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ മേലേമലയിലുള്ള എന്റെ ഫാം ഹൗസിലേക്ക് വാ. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കാം. നീ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ വക്കീലെ, ഞാൻ വരാം. എന്നാ ശരി. ഞാൻ ആ തെളിവെല്ലാം നശിപ്പിച്ചെന്ന് നിങ്ങൾ പോലീസിനോട് പറഞ്ഞു. ഞാൻ എന്നെ തെളിവ് നശിപ്പിച്ചേ? അതൊക്കെ പോലീസുകാരുടെ ഓരോ അടവല്ലേ ബെൽ? ആരുടെ ഇടവാണെന്ന് ആർക്കറിയാം. മര്യാദയ്ക്ക് എന്നെ ഇതിൽ നൂരി തന്നോളാം. എന്നെ കൊണ്ട് ഒക്കാവുന്ന അത്രയും പൈസ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് എവിടുന്ന് കണ്ടിട്ടായാലും ഞാൻ കൊണ്ടുവരും. ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടം കൊണ്ട് ബെല്ലിന് തന്നതല്ലേ? എന്നോ പൊന്നു പൂലോകമാണെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടെന്ന്. ഒന്നുകൂടെ ഞാൻ പറയുക, ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നൂരി തന്നോളാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. നീ വന്നേ, ഞാൻ പറയട്ടെ. ഞാൻ പറയുന്ന ഒന്ന് സമാധാനത്തോടെ കേക്ക്. വാ, വന്നിരിക്കെ. ഇരിക്കെ. ബെല്ലി വീട്ടിലേക്ക് വന്നു. എനിക്ക് നിന്നെ കണ്ടപ്പോൾ എന്തോ ഒരിഷ്ടം തോന്നി. തിരിച്ചെന്നോടും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത്. അതല്ലേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത്. അല്ലാതെ വരുന്നവർക്ക് ഇങ്ങനെ കൂടെ കിടക്കാൻ അങ്ങനെ ഒരു കൊതിച്ചായിട്ട് ഞാൻ ഇവിടെ നിൽക്കാന്നാണോ ബെല്ല് കരുതിയത്? അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ബെൽ. അച്ഛനൊരു ഇത്തിരി സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു. അങ്ങനെ അല്ലാത്തോണ്ടല്ലേ ഞാൻ നിന്നെ കണ്ടപ്പോൾ ഓരോന്നൊക്കെ ആഗ്രഹിച്ചത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതും ചെയ്യുന്നതും. അന്ന് നീ ഇതെല്ലാം സമ്മതിച്ചതല്ലേ? ഒരുമിച്ച് ജീവിക്കുമല്ലോ, ഒരുമിച്ച് ജയിലിലേക്ക് കെട്ടിയെടുക്കാൻ പോവല്ലേ? ആര് പറഞ്ഞു? ബെൽ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട, ചുമ്മാ എന്റെ കൂടെ നിന്ന് തന്നാ മതി. നമ്മൾ ഇതിന്ന് ഊരും. എങ്ങനെ? അതിന് നീ ഇതുവരെ പറഞ്ഞതുപോലുള്ള ഉറപ്പല്ല എനിക്ക് വേണ്ടത്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുള്ള ഉറപ്പ്. എനിക്കിപ്പോ വേറെ വഴിയുള്ളേ? അതല്ല, എന്തൊക്കെ വഴിയുണ്ടെങ്കിലും നീ എന്നെ വിട്ട് പോവില്ല എന്നുള്ള ഉറപ്പ്. ശരി, ഈ കേസിൽ നമ്മൾ ഊരുവാണെങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും ജീവിക്കുന്നത്. മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മരണം വരെ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട രഹസ്യമാണ്. അച്ഛൻ്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ മരണകാരണം സയനൈഡ് എന്നായിരിക്കും. ശരിക്കും സയനൈഡാണ് ഉപയോഗിച്ചത്? പക്ഷെ അത് തിരുത്താനുള്ള വഴിയാണല്ലോ നമ്മൾ നോക്കുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് തിരുത്താൻ പറ്റുമോ? അതല്ലേ പറഞ്ഞത്, ബെൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മുഴുവൻ സ്വത്ത് കൊടുത്തിട്ടാണെങ്കിൽ ഞാനത് തിരുത്തും. എനിക്ക് ഏറ്റവും വലുത് നീയാണ് ബെൽ, പ്ലീസ്. കാശ് കൊടുത്തൊക്കെ ഇത് മാറ്റാൻ പറ്റുമോ? അതിനല്ലേ വക്കീലുള്ളത്. ആദ്യം ബെല്ലൊരു ഉറപ്പ് പറ.
എന്നാൽ ഞാൻ പോയി വക്കീലിനെ കണ്ടിട്ട് വരാം. കേസിന്റെ കാര്യമൊക്കെ ആൾക്ക് വിടാം. എന്നിട്ട് നമ്മുടെ ജീവിതം ഫ്രഷ് ആയിട്ട് തുടങ്ങാം. സമ്മതിച്ചു വന്നേക്കുന്നു. എന്ത്? എൻ്റെ ഈ ആത്മവിശ്വാസേ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താ വക്കീല് വായിൽ വിരലൊക്കെ ഇട്ടുക്കുന്ന? ഏയ്, അത് ചെറിയൊരു മുള്ളുണ്ടതാ. ഇതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. കുട്ടിക്കാനത്തും കാഞ്ഞിരപ്പള്ളിയിലും ഒക്കെ ഉള്ളത് ഇതിലും ബ്യൂട്ടിഫുള്ളാ. നമുക്ക് അവിടേക്ക് ഒന്ന് പോണം. വക്കീൽ അച്ഛനെക്കാളും വലിയ കാശുകാരനാണല്ലോ. കാശെന്നൊക്കെ പറഞ്ഞ കോടതിക്കകത്ത് ഞാൻ അത്ര മിടുക്കനൊന്നുമല്ല. പക്ഷെ പുറത്തെ കളിയിൽ ഞാൻ കുറച്ച് മുന്നിൽ കയറും. അല്ല വക്കീല്, വില്ലിൽ എന്തോ ക്ലോസിന്റെ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് എന്താ അത്? അതൊക്കെ പറയാന്നേ. എന്തിനാ ഈ ധൃതി വയ്ക്കുന്നേ? സമയമല്ലേ ഉള്ളത്. വാ അതേക്കോ. ഈ താന്ത്രിക്കും മോഡേണിറ്റിയും കൂടെ ബ്ലെൻഡ് ചെയ്തുള്ളൊരു മൂഡിലാണ് ഞാനിന്നുള്ളത്. അത് കൊള്ളാം. വേറെ പറഞ്ഞ ഒരു ഈസ്റ്റ് വെസ്റ്റ് കോക്ടെയിൽ, ആ ഒരു മൂഡിൽ ഒരു ഡ്രിങ്ക് ഞാൻ ഫിക്സ് ചെയ്യട്ടെ. എന്നാ ബാ, എന്നാ അതിൻ്റെ കൂട്ടും കൂടെ പഠിപ്പിച്ചേക്കാം. വാന്നേ. അശ്വഗന്ധാരിഷ്ടം, ഇതാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ ലേശം ഹണി. നാളെയല്ലേ സർക്കിളിനെ കാണാൻ പോണെന്ന് പറഞ്ഞത്? സെലേനയ്ക്ക് ചെറിയൊരു പേടിയുണ്ടല്ലേ? അതെന്താ? അല്ല, ആ വിഷയം അങ്ങോട്ട് വിടുന്നില്ല. ആ വിഷയം സംസാരിക്കാനല്ലേ വക്കീല് ഞാൻ വന്നത്. അങ്ങനെ പറയരുത്. ഇന്ന് നമ്മൾ ഇങ്ങനെ വെറൈറ്റി ഐറ്റം ഒക്കെ പിടിച്ചങ്ങ് എൻജോയ് ചെയ്യും അല്ലേ? അയ്യോ, എന്നെ കുടിപ്പിച്ച് കിടത്തുവോ? കുടിക്കാതെ കിടക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ. എല്ലാം സെലേനയുടെ ഇഷ്ടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വില്ലിലുള്ള ക്ലോസ് എന്താണെന്ന് പറയാം. പറയാന്നേ. ഇപ്പം ഇത് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഇതാണ് അച്ചായൻ്റെ വില്ല്. ഇതില് ഇതാണ് ആ ക്ലോസ്. സംശയാസ്പദമായ സാഹചര്യത്തിലാണ് അച്ചായൻ മരിക്കുന്നതെങ്കിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ആ അന്വേഷണത്തിൽ മരണവുമായി സെലേനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ അച്ചായൻ്റെ സ്വത്തുക്കളിൽ സെലേനയ്ക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. ഇതാണോ ക്ലോസ്? അതെ. ഇതിൽ എന്താണ് ഇത്ര പ്രശ്നം? പ്രശ്നം എന്താന്നുള്ളത് സെലേനയ്ക്ക് മനസ്സിലായി. സെലേനയ്ക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്കും മനസ്സിലായി. പക്ഷെ പേടിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം. ഇന്നത്തെ മൂഡ് അങ്ങ് കളയണ്ട. നമുക്ക് മുകളിലേക്ക് ഇരിക്കാം, അതായിരിക്കും നല്ലത്. മുകളിലെ സെറ്റപ്പ് കണ്ടിട്ടില്ലല്ലോ. വക്കീലേ, എന്തോ ഇത്ര നിസ്സാര ആവശ്യങ്ങൾക്ക് ഓരോരുത്തന്മാരുടെ കൂടെ കിടന്നു കൊടുക്കുന്ന പണിയെ ഞാൻ നിർത്തി. എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തോ വലിയ സഹായം ചെയ്യാന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ആ സഹായം വേണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാ. ഫോറൻസിക് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാലും കാണണം നിന്റെ ഈ ധൈര്യം. അതൊക്കെ ഉണ്ടാവും വക്കീലേ. അല്ല, നിങ്ങളെന്താ വിചാരിച്ചത് ഞാൻ അച്ഛനെ വിഷം കൊടുത്ത് കൊന്നു? പിന്നല്ലാതെ